നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് സുഖമാണോ എന്ന് ചോദിക്കാറുണ്ട്. അതിന് മറുപടിയായി അവർ നമ്മളോടും ചോദ്യങ്ങൾ ചോദിക്കും, സുഖമാണോ എന്ന്. നമ്മൾ സുഖമാണ് എന്ന് തന്നെ പറയുമ്പം അപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ വലിയൊരു സങ്കട കടൽ പേറുന്നവരാണ് നമ്മളിൽ പലരും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ തുടങ്ങുന്ന ബുദ്ധിമുട്ടുകൾ, കടക്കാരന്റെ ഫോൺ വിളികൾ, മക്കളുടെ സ്കൂൾ ഫീസ്, വീട്ടു ചിലവ്, സ്വന്തം ഇഷ്ടങ്ങൾ വരെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു മടുത്ത ആളുകളാണ് നമ്മൾ ഉൾപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും. എന്നാൽ സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ആകാശത്തെ ഗ്രഹനിലകൾ മാറുന്നു. ബുധന്റെയും വ്യാഴത്തിന്റെയും അനുകൂല മാറ്റങ്ങൾ വഴി 7 നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്നത് ഗജകേസരി യോഗമാണ്. 2029 വരെയുള്ള ഈ ഒരു കാലയളവിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ എങ്ങനെ മാറും എന്നതാണ് ഇന്നത്തെ അധ്യായത്തിൽ വിശദമാക്കാൻ പോകുന്നത്. ആദ്യത്തെ നക്ഷത്രം തന്നെ രോഹിണിയാണ്. കഴിഞ്ഞ കുറെ കാലമായി എന്ത് ചെയ്താലും പരാജയപ്പെടുന്ന അവസ്ഥയായിരുന്നു രോഹിണി നക്ഷത്രത്തിന്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു ബിസിനസ് തുടങ്ങാനാണ് പണം സ്വരൂപിച്ചെങ്കിൽ അപ്രതീക്ഷിതമായ ആ പണം വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വരികയോ അങ്ങനെ പല വഴികളിലൂടെ ചിലവായി പോകുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല, മുടങ്ങിപ്പോയ വിവാഹാലോചനകൾ വരെ നിങ്ങളുടെ ഭാഗ്യ സമയത്താൽ നടക്കാൻ സാധ്യത കൂടുതലാണ്. പ്രൊമോഷനൊക്കെ ലഭിക്കും. പരിഹാരം കൂടി ഒന്ന് പറഞ്ഞു തരാം. അതായത്, അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാട് നടത്തുക. നിങ്ങളുടെ മനസ്സിന് ഒരു വലിയ സമാധാനം ലഭിക്കും. എന്നതുകൂടാതെ ഈ ഭാഗ്യം നിങ്ങളിലേക്ക് അനുഭവ യോഗം ആയി വരുന്നതിന് സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ നക്ഷത്രം മകയിരമാണ്. ചതിക്കുഴികളിൽ നിന്നുള്ള ഒരു മോചനമാണ് ഇനി നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. കൂടാതെ കൂടെ നിന്നവർ തന്നെ ചില പണികൾ തന്നിട്ടുണ്ട്. കൂടെ നിന്നവർ തന്നെ കുഴി തോണ്ടുന്നു എന്ന് പറയില്ലേ, ആ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ച് പണം കടം കൊടുത്ത സുഹൃത്ത് നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കാര്യം വാസ്തവമായി തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് കൂടി ചെയ്യുക. എന്നാൽ ഇനി വരാനിരിക്കുന്ന ഒരു 3 വർഷക്കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടത്തിന്റെ സമയമായിരിക്കും. മുൻപ് നിങ്ങളെ പുച്ഛിച്ചു തള്ളിയവർ വരെ നിങ്ങളുടെ വിജയത്തിൽ അമ്പരക്കുന്ന സമയം. സാമ്പത്തികമായി വലിയൊരു ആശ്വാസം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുമെന്നതിൽ സംശയം വേണ്ട. ഇനി അടുത്ത, അതായത് മൂന്നാമത്തെ നക്ഷത്രം, രാജയോഗം വരുന്ന അടുത്ത മൂന്നാമത്തെ നക്ഷത്രമായി പറയാനുള്ളത് പൂയം നക്ഷത്രമാണ്. 5 വർഷക്കാലം വളരെ സുവർണ കാലമാണ് പൂയം നക്ഷത്രത്തിന്. കുടുംബത്തിൽ സമാധാനമില്ലാതെ എന്നും വഴക്കുകൾ നടന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി അവിടെ സന്തോഷം നിറയാൻ പോകുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട് പണി പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ അത് പണിത് പൂർത്തിയാക്കാനുള്ള സാഹചര്യം ഒത്തുവരും. പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് ലഭിക്കാനും ഉയർന്ന നിലവാരം അല്ലെങ്കിൽ ഉയർന്ന ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം അല്ലെങ്കിൽ സമയം വന്നു ചേരാനും സാധ്യതയുണ്ട്. ഇനി തൊഴിൽ മേഖലയിലെ ഉയർച്ച പറയുകയാണെങ്കിൽ വലിയ ടെൻഷനാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് വരെ പഴി കേൾക്കുന്നതായ അവസ്ഥ. എന്നാൽ ഇനി കളികളൊക്കെ അങ്ങോട്ട് മാറുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ആഗ്രഹിച്ച ജോലിയോ ലഭിക്കുവാനൊക്കെ സാധ്യത കൂടുന്നുണ്ട്. പുതിയ മെച്ചപ്പെട്ട ജോലി ലഭിക്കാനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. നിങ്ങളുടെ കഠിന അധ്വാനം, നന്നായി അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഫലം ലഭിക്കാത്തത് കൊണ്ട് അധ്വാനിക്കാനുള്ള മനസ്സ് പോലും ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലില്ല. ആ ഒരു അവസ്ഥ, അതിനൊക്കെ ഫലം ലഭിക്കുന്ന സമയമാണ്. ഇനി അടുത്ത അഞ്ചാമത്തെ നക്ഷത്രം ചോതിയാണ്. ബുദ്ധി തെളിയുന്ന സമയം എന്ന് തന്നെ പറയാം ചോതി നക്ഷത്രക്കാർക്ക്. തീരുമാനങ്ങൾ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ്. അതായത്, ശരിയാകുമോ തെറ്റാകുമോ, ഇനി ഞാൻ എൻ്റെ തീരുമാനത്തിൽ മുന്നോട്ട് പോകുക എന്ന് വിചാരിച്ചാൽ പോലും എടുക്കുന്ന എല്ലാം അബദ്ധത്തിൽ ചെന്ന് പതിക്കുന്ന അവസ്ഥ. ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്തത് വരുന്നു കൊണ്ടേയിരിക്കുന്നു. ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥ. എരുതിയിൽ നിന്ന്, വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്ന് പറയില്ലേ, അത് തന്നെ. എന്നാൽ ഇനി നിങ്ങളുടെ ബുദ്ധിക്കാണ് ആദ്യം ഒരു തെളിച്ചം ഉണ്ടാകാൻ പോകുന്നത്. ഏത് ശരി ഏത് തെറ്റ് എന്ന് സ്വയം മനസ്സിലാക്കിയെടുക്കാൻ ഭഗവാൻ നിങ്ങളെ സഹായിക്കും.
ബിസിനസ് ചെയ്യുന്നവർക്കും വലിയ ഒരു ലാഭം പ്രതീക്ഷിക്കാം. ചിലർക്കാണെങ്കിൽ അപ്രതീക്ഷിത ലോട്ടറി ഭാഗ്യം ഒക്കെ കാണുന്നുണ്ട്. ഒരുപാട് ലോട്ടറി ഒന്നും എടുക്കരുത്. ഒരെണ്ണം എടുക്കുക. ഭാഗ്യം അനുകൂലമാണെങ്കിൽ ആ ഒരെണ്ണം മതി. നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതിന്. അപ്പോൾ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തണം. അതായത് ചോതി നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തി വലിയ ഒരു ഊർജത്തെ അവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ദർശനം നടത്തുമ്പോൾ വെറുതെ പോയാൽ പോരാ. ഒരു ജലധാരയോ അല്ലെങ്കിൽ കൂവളമാലയോ ഒക്കെ സമർപ്പിച്ച് വേണം പ്രാർത്ഥിക്കുവാനായിട്ട്. ഇനി അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴ നക്ഷത്രക്കാര് കുടുംബത്തിന് വേണ്ടി സ്വയം ജീവിതം ഹോമിച്ചവര് എന്നാണ് പറയാറുള്ളത്. ആ സ്ത്രീ ആയാലും പുരുഷനായാലും കുടുംബത്തിന് വേണ്ടി വിവാഹം പോലും കഴിക്കാതെ നിൽക്കുന്ന ആളുകൾ വരെയുണ്ട്, സഹോദരങ്ങൾക്ക് വേണ്ടി. ചില ആളുകൾ മെസ്സേജ് ചെയ്യുമ്പോൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബാല്യം നമുക്കിനി കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ ജീവിതം, അതായത് സന്തോഷങ്ങൾ കിട്ടാൻ സാധ്യത കൂടുതലായിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്കിനി നേടിയെടുക്കാൻ സാധിക്കും. മക്കളിലൂടെയൊക്കെ സന്തോഷം വരാൻ സാധ്യത കാണുന്നുണ്ട്. മക്കൾക്ക് നല്ല ജോലി കിട്ടുകയോ അല്ലെങ്കിൽ അവർ നിങ്ങളെ ബഹുമാനിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുകയോ ചെയ്യാം. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്നു എന്നതാണ് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്. ഇനി ഉത്രട്ടാതിയാണ് അടുത്ത നക്ഷത്രം. ആരോഗ്യപരമായും സാമ്പത്തികപരമായും ഉള്ള മാറ്റം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വന്നു ചേരും. ആശുപത്രി ചിലവ് കൊണ്ട് പൊറുതിമുട്ടിയ ഒരവസ്ഥ, ദിനവും ആശുപത്രിവാസം എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറം അവസ്ഥയിലാണ് നിൽക്കുന്നത്. കിട്ടുന്ന പകുതി പണവും മരുന്നിനായി മാറ്റി വെക്കേണ്ടി വരുന്ന അവസ്ഥ. എന്നാൽ വരാനിരിക്കുന്ന ഒരു 3 വർഷം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വലിയ ഒരു പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാധിക്കും. ഇനി ഇവിടെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ജ്യോതിഷത്തിനൊപ്പം നമ്മുടെ പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫലങ്ങൾ നമ്മൾക്ക് വന്നു ചേരുകയുള്ളൂ. അപ്പോൾ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക, അതേപോലെ തന്നെ വിഷ്ണു ഭഗവാന് പ്രാർത്ഥിക്കുക, തുളസിമാല സമർപ്പിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് അന്നദാനം നടത്തുക എന്നാണ് പറയുന്നത്. അന്നം, വസ്ത്രം, ഇതൊക്കെ ഏറ്റവും വിഷമിച്ച് വലയുന്ന ആളുകൾക്ക്, അതും കൊടുക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുന്ന കൈയും ശുദ്ധമായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാലേ നമുക്ക് ഫലമല്ല, നമ്മൾ ചെയ്യുന്ന ആ ഒരു പുണ്യമെങ്കിലും നമുക്ക് വന്നു ചേരണ്ടേ. അതുകൊണ്ട് ഏറ്റവും നിർധനരായ ആളുകൾക്ക്, ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു പൊതിച്ചോറോ അല്ലെങ്കിൽ അവരുടെ നാണം മറയ്ക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു വസ്ത്രമോ കമ്പിളിപ്പുതപ്പോ ബെഡ്ഷീറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഉത്തമമാണ്. ഇതാണ് ഏറ്റവും വലിയൊരു വഴിപാടെന്ന് എൻ്റെ കണക്കിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇരുട്ടായിരുന്നു, ആ ഇരുട്ട് മാറി ഒരു വെളിച്ചം വരാൻ പോവുകയാണ്. ആ വെളിച്ചത്തിലേക്ക് തൊട്ടടുത്ത് കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ. വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നതെന്ന് ആ വിശ്വാസത്തെ മനസ്സിൽ മുറുകെ പിടിച്ചുകൊള്ളുക. ഏത് ദേവനെയാണോ ദേവിയെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് അത് തുടർന്ന് തന്നെ പോവുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ദേവി ദേവന്മാരെ കൂടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കേണ്ടതും അത്യാവശ്യമാണ്. ജീവിതത്തിൽ എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ തരും. ആ ഈശ്വര ചൈതന്യത്തെ മുറുകെ പിടിച്ച് ധൈര്യസമേതം നിങ്ങൾ മുന്നോട്ട് പോവുക. നല്ലത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയുള്ളൂ. നന്ദി.